ചോദിച്ചു വാങ്ങിയത് ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇവിടെ വന്നപ്പോൾ രാവിലെ വരുമ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങി വേഗം വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അനുഭവങ്ങൾ പറയണമെന്ന്. അപ്പോൾ കാരണം ഈ ഒരു അവസരം ഇനി കിട്ടൂല. അപ്പം ഞാനൊരു 2 മിനിറ്റ് ഇനി അതിനേക്കാളും കൂടുതൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പിന്നെയും പറയാണ്, സൈക്കോളജി അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് കഴിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അതുപോലെ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത ഒരു കോഴ്സാണ് ഞാൻ. അപ്പം ഞാൻ TTC കഴിഞ്ഞ ആളാണ്. TTCക്ക് പഠിച്ചവർക്ക് അറിയാം, നല്ലൊരു പേപ്പർ സൈക്കോളജി പഠിക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടറ്റ് പാസ്സാവണം, അപ്പോഴും സൈക്കോളജി പഠിക്കാണ്ട്. പിന്നെ ഗവൺമെൻറ് സ്കൂള് ടീച്ചറായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ LPS UPS ഒക്കെ എഴുതണമെങ്കിൽ അപ്പോഴും സൈക്കോളജി പേപ്പർ പഠിക്കാണ്ട്. പക്ഷേ ഇതൊക്കെ പഠിച്ച് പാസ്സായിട്ടും പിന്നീട് ഒരു സൈക്കോളജി കോഴ്സ് എടുത്തത് എന്തിനാന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു സൈക്കോളജിൻ്റെ കോഴ്സ് എടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് എത്രത്തോളം ഉണ്ട് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാനിത് സൈക്കോളജി ഈ കോഴ്സ് ഞാൻ എടുക്കാൻ കാരണം പിന്നെ നിങ്ങൾക്ക് എനിക്കറിയില്ല, ഒരു 210 മാർക്ക് മതിയായിരുന്നു നമുക്ക് കുറേ മുന്നത്തെ കാലൊക്കെ ഒരു SLC പാസ്സാവണം എന്നുണ്ടായിരുന്നെങ്കിൽ. അന്ന് എനിക്ക് ആ 210 മാർക്ക് കിട്ടാതെ പോയതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞു, പിന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ എന്തൊക്കെ ആ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ സഹിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ ഞാൻ 10ാം ക്ലാസ് എടുത്തതും +2 എടുത്തതും TTC പാസ്സായതും പിന്നെ ഡിഗ്രി ചെയ്തതൊക്കെ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ഗവൺമെൻറ് സ്കൂളിലെ ഒരു അധ്യാപികയായി ജോലി ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഒരുപാട് കാലം ഞാൻ PSC പഠിച്ചു, 2 പ്രാവശ്യം സപ്ലി ലിസ്റ്റിൽ വന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് എൻ്റെ തോൽവിയിൽ നിന്ന് ഞാൻ ഇതുവരെ എത്തിയിട്ട്, സാറ് രാവിലെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, നമ്മുടെ നിലനിൽപ്പ് നമുക്ക് സേഫ് ആക്കിയതിന് ശേഷം നമ്മുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോഴാണ് ആ ഒരു പിന്നെ PSC ഒരു അത്യാവശ്യ ലെവലിൽ എത്തി ഒരു ജോലി ഉറപ്പിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരു ഡ്രീമുക്ക് ആലോചിക്കുന്നത്. കാരണം ഒരു സൈക്കോളജി കോഴ്സ് എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്ര പിന്നെ മോട്ടിവേറ്റ് ആണെങ്കിലും ഇപ്പോൾ പിന്നെ ടീച്ചറായി വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അധ്യാപികമാരുണ്ടാവും, അതിലൊരാളാണ് ഞാൻ. അപ്പോൾ നമ്മളൊരു സ്കൂളിൽ നിന്ന് പോകുമ്പോൾ പിന്നെ കുട്ടികളുടെ ഫീലിങ്സ് കണ്ടാൽ അറിയാം നമ്മൾ പ്രിയപ്പെട്ടവരായിരുന്നോ അല്ലയോ എന്ന്. അപ്പം നമ്മളൊരു അധ്യാപിക നല്ലൊരു അധ്യാപികയാണെന്ന് പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് അനുഭവിച്ചതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നാൽ ഞാനത് പെട്ടെന്ന് ഫീൽ ചെയ്യും. എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സ് തട്ടും. ഇപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് പിമ്മില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ പേരൻസ് വരുമ്പോൾ എൻ്റെ മനസ്സിൽ സങ്കടമാണ്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് PSC ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ട് എൻ്റെ പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇവിടെ ഓരോരുത്തർ വരുമ്പോൾ എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് തിങ്ക് മാറ്റണം എന്നുള്ളത് എൻ്റെ ഒരുപാട് പിന്നെ നാളത്തെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തത്. എന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പറയാം. കാരണം എന്തൊക്കെയോ ആഗ്രഹിച്ചു, പക്ഷെ ഒരുപാട് കിട്ടി. അതാണ് എനിക്ക് ഈ കോഴ്സ് കൊണ്ട് ഉപകാരപ്പെട്ടത്. സാറിൻ്റെ ഓരോ ക്ലാസ്സും ഓരോ ദിവസത്തെ ക്ലാസ്സും എനിക്ക് തോന്നി എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണെന്ന് തോന്നുന്നു ചിലപ്പോൾ. അങ്ങനെയുണ്ട്. പിന്നെ എനിക്ക് പറയാൻ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ നന്നായിട്ട് വായിക്കുകയും എഴുതും ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷേ ആ ഒരു എഴുത്തുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട ആളാണ് ഞാൻ. അത്രയും സങ്കടമുണ്ട്. അപ്പം സാറ് ഒരു ദിവസത്തെ ക്ലാസ്സിൽ സാറിങ്ങനെ പറയുന്നുണ്ട്, സാറിന് പിന്നെ ഒരു പുസ്തകം ഇറക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, സാറത് പിന്നെ ചെയ്തു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് സാറ് കേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തട്ടി. ഞാൻ എൻ്റെ എഴുത്ത് നിർത്തിയ ആളായിരുന്നു. കാരണം നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത, അതായത് ആ ഒരു നമ്മൾ സിനിമയിലും നോവലിലൊക്കെ വായിക്കണ പോലെ ഒരു കഥകൾ എൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. എഴുത്തുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട ആൾ എന്ന് പറയും ഞാൻ. അപ്പം അങ്ങനെ ജീവിതത്തിൽ എഴുത്തിനെ വെറുത്തു, എഴുത്ത് നിർത്തി. അന്ന് സാറിൻ്റെ വാക്ക് കേട്ടതിന് ശേഷം
ഞാൻ വീണ്ടും എഴുതി. വലിയ എഴുത്തൊന്നുമല്ല, പക്ഷെ എന്നാലും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി സ്റ്റാറ്റസ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമത് എഴുതി. അപ്പം ഞാൻ പറഞ്ഞു പോയത് പിന്നെ സൈക്കോളജിന്ന് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം എടുത്ത ആളല്ല ഞാൻ, ഒരു സന്തോഷത്തിന്, എൻ്റെ സമാധാനത്തിന്. പിന്നെ എൻ്റെ മോള് വന്നിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം ഫാമിലി പിന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണ റൂബി. 4 മക്കളാണ് എനിക്കുള്ളത്. ഹസ്ബൻഡിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ ജോലി ഡ്യൂട്ടി ആയതുകൊണ്ട് തിരൂർ പോലീസ് സ്റ്റേഷനിൽ SI ആണ്. അപ്പോൾ മൂപ്പർക്ക് വർക്കും കാര്യങ്ങളായതുകൊണ്ട് എന്തായാലും വരാൻ പറ്റിയില്ല. പിന്നെ 4 മക്കളുണ്ട്, ചെറുത് മോളാണ്, 3 ആൺകുട്ടികളാണ്. പിന്നെ അപ്പം നല്ലൊരു പാരൻറ്റിങ് ആണ്. പക്ഷേ സാറിൻ്റെ ക്ലാസ് കൊണ്ട് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടും. ടൈം മാനേജ്മെൻറ്റ് ഇക്കാലത്ത് എന്താണ് അത്യാവശ്യം വേണ്ട ഒന്നാണത്. ടൈം മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, അങ്ങനെ നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണോ അതൊക്കെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് ഇവിടെ ഇരിക്കുന്നവരോടും ഇനി ഒരു പക്ഷേ പിന്നെ സാറിൻ്റെ വീഡിയോ ഒക്കെ പുറത്ത് ഇരുന്ന് കേൾക്കുന്നവരുണ്ടാവും, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പിന്നെ നമ്മൾ ശരീരത്തിന് അസുഖം വന്നാൽ എന്തായാലും നമ്മൾ മരുന്ന് കഴിച്ചിട്ട് മാറ്റും. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മളൊരു അറ്റ്ലീസ്റ്റ് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ കോഴ്സുകൾ എടുക്കുക. ഇപ്പം ഇവിടെ തന്നെ വന്നാലറിയാം, ഒരുപാട് പേർക്ക് ഒരുപാട് കഥകളാണ് പറയാനുള്ളത്. അതിങ്ങനെ ഒരു അവസരം കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ സാറിന് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. ഇതിൻ്റെ മോളാണ്, ചെറിയ മോള്, 4 മക്കളാണുള്ളത്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ പറയണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് തോന്നി. ഓക്കെ, താങ്ക് യു സർ. സാധ്യത